ഇന്ന് നമുക്ക് റോസ്ലിൻ എന്ന മലയാള സസ്പെൻസ് ത്രില്ലർ വെബ് സീരീസിന്റെ രണ്ടാമത്തെ പാർട്ടിന്റെ കഥ നോക്കിയാലോ. അവസാനത്തെ 3 എപ്പിസോഡിന്റെ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യത്തെ പാർട്ട് കാണാത്തവർക്കായിട്ട് ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. കാണാൻ മറക്കരുതേ. എങ്കിൽ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. ആദ്യ പാർട്ട് അവസാനിക്കുമ്പോൾ റോസ്ലിന്റെ പൂച്ച ചത്തുകിടക്കുന്നത് കണ്ട് റോസ്ലിൻ ബോധം കെട്ട് വീഴുകയാണല്ലോ. അങ്ങനെ പൂച്ചക്കുട്ടിയെ എടുത്ത് കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. അവരുടെ വീട്ടിൽ ഇതിനു മുൻപ് ഒരു മുയൽ മരിച്ചത് പാമ്പ് കടിയേറ്റതായതുകൊണ്ട് തന്നെ പൂച്ചക്കുട്ടി ചത്തുപോയതും പാമ്പ് കടിയേറ്റാണെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. പക്ഷേ റോസ്ലിന് നല്ല സംശയമുണ്ട്. കാരണം തലേ ദിവസം ജെറി കുറച്ച് ഫുഡ് കൊണ്ടുവന്നല്ലോ. റോസ്ലിൻ ആ ഒരു ഫുഡൊന്നും കഴിക്കാതെ അത് തന്റെ പൂച്ചക്കുട്ടിക്കാണ് കൊടുത്തത്. ഇനി അത് കഴിച്ചിട്ടാകുമോ തന്റെ പൂച്ചക്കുട്ടി ചത്തുപോയിട്ടുണ്ടാവുക? അതിലയാൾ എന്തെങ്കിലും ചേർത്ത് കാണുമോ എന്ന സംശയം റോസ്ലിനുണ്ടാകുന്നു. ഈ ഒരു സംശയം തന്റെ അമ്മയോട് പറയും. എന്നാൽ അമ്മയാണെങ്കിൽ അതൊന്നും വിശ്വസിക്കുവാനായിട്ട് കൂട്ടാക്കുന്നതേയില്ല. കാരണം ജെറി വന്ന അന്ന് മുതൽ തന്നെ ജെറിയെക്കുറിച്ച് ഓരോ കുറ്റങ്ങളും റോസ്ലിൻ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് അവൾക്ക് ജെറിയെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് പറയുന്നതാണെന്നാ റോസ്ലിന്റെ അമ്മ കരുതിയിരിക്കുന്നതും. റോസ്ലിനാണെങ്കിൽ നല്ല സംശയവും. അതേസമയം ശോഭന ഡേവിഡിനടുത്തേക്ക് എത്തും. റോസ്ലിൻ പറഞ്ഞ കാര്യമൊക്കെ ഡേവിഡിനോട് ശോഭന പറയുന്നു. അതെല്ലാം കേട്ട് ഡേവിഡിന് വല്ലാതെ ദേഷ്യം വരും. മാത്രവുമല്ല ശോഭനയാണെങ്കിൽ തന്റെ മൊബൈൽ ഫോൺ ഡേവിഡിന് കാണിച്ചു കൊടുക്കുന്നു. റോസ്ലിനാണെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ട് എന്നതൊക്കെയാണ് കാണിച്ചു കൊടുക്കുന്നത്. ഒരു വീട്ടിൽ പേയിങ് ഗസ്റ്റ് ആയിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളെ എത്രയും വേഗം എങ്ങനെ ഓടിക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവൾ സെർച്ച് ചെയ്തിരിക്കുന്നതും. അതും കൂടി ആയപ്പോൾ ഡേവിഡിന് വല്ലാത്ത ദേഷ്യം വരും. നിന്റെ മകൾക്ക് എന്താ പ്രശ്നം? അവൻ വന്നത് മുതൽ അവൾക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളാണല്ലോ. അവൾ ഓരോരോ ബുക്ക് വായിക്കുന്നത് കൊണ്ടാ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ അവൾക്ക് വരുന്നതെന്നാണ് ഡേവിഡ് പറയുന്നത്. പക്ഷേ താൻ പറയുന്നത് ആരും തന്നെ വിശ്വസിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ റോസ്ലിന് തന്റെ ദേഷ്യമൊന്ന് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മാത്രവുമല്ല അച്ഛനും അമ്മയും സംസാരിക്കുന്നതെല്ലാം അവൾ അവരുടെ റൂമിന് പുറത്തു നിന്നും കേൾക്കുന്നുണ്ടായിരുന്നു. റോസ്ലിന് ആകെ സങ്കടം. ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ജെറിയോട് തന്നെ പോയി സംസാരിക്കണമെന്ന് തീരുമാനിച്ച് റോസ്ലിൻ നേരെ ജെറിയുടെ റൂമിലേക്ക് വരുന്നു. എന്നാൽ റോസ്ലിൻ പറയുന്നതെല്ലാം ജെറി പതുക്കെ പറ, ഇങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞ് അവളെ തടയുവാനായി ശ്രമിക്കും. പക്ഷേ റോസ്ലിനാണെങ്കിൽ അവനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ ജെറിയാണെങ്കിൽ റോസ്ലിന്റെ വായിൽ പൊത്തിപ്പിടിക്കും. അതേസമയമായിരുന്നു ജെറിയുടെ റൂമിലേക്ക് ശോഭനയും ഡേവിഡും വരുന്നത്. എന്നാൽ അവർ കാണുന്ന കാഴ്ച ജെറി റോസ്ലിന്റെ വായിൽ പൊത്തിപ്പിടിച്ച് നിൽക്കുന്നതും അതവർക്ക് എന്തൊക്കെയോ സംശയമുണ്ടാക്കുന്നു. എന്നാലും ജെറി അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെയായിരുന്നു അവരുടെ ചിന്തയും. ജെറിയുടെ ആ ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് ശോഭനയും ഡേവിഡും ഡിസ്കസ് ചെയ്യുന്നത്. ഇനി എന്തായാലും കുറച്ചുനാൾ കൂടിയല്ലേ അവൻ ഇവിടെയുള്ളൂ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്നും ശോഭനയും ഡേവിഡും തീരുമാനിക്കുന്നു. അടുത്ത ദിവസം ഇവർ ഫുഡ് കഴിക്കുവാനായി ഇരിക്കുന്ന സമയം അവിടേക്ക് ജെറി എത്തുകയാണ്. പക്ഷേ ജെറിയോട് ആരും തന്നെ അധികം മിണ്ടുന്നതേയില്ല. അവന്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. അത് മനസ്സിലാക്കി ജെറിയാണെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയുക. പെട്ടെന്ന് തന്നെ റോസ്ലിൻ തന്റെ റൂമിലേക്ക് വന്നു. വലിയ ശബ്ദത്തിൽ സംസാരിക്കുവാനും തുടങ്ങി. ഞാനൊരു ബാച്ചിലർ അല്ലേ, എന്റെ റൂമിലേക്ക് ഒരു പെൺകുട്ടി വന്നിട്ട് ഇങ്ങനെ ഒച്ചയെടുത്ത് സംസാരിച്ചാൽ അതാകെ പ്രശ്നമല്ലേ. അതുകൊണ്ടാ ഞാൻ അവളുടെ വായിൽ പൊത്തിപ്പിടിച്ചത്, അല്ലാതെ വേറൊരു ഉദ്ദേശത്തോടും കൂടിയല്ല എന്ന് ജെറി പറയുന്നു. അത് കേട്ടപ്പോഴാണ് ശോഭനയ്ക്കും ഡേവിഡിനും സമാധാനമായത്. വെറുതെ അവനെ തെറ്റിദ്ധരിച്ചല്ലോ എന്നൊക്കെ അവർ ചിന്തിക്കും. പക്ഷേ എന്നാലും റോസ്ലിന്റെ മനസ്സിലെ ചിന്തകളൊന്നും മാറിയതേയില്ല. ആഹാരം കഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ശോഭനയും ഡേവിഡും പുറത്തേക്ക് പോകുവാനായി ഇറങ്ങുന്നു. അനുജനെ നന്നായിട്ട് നോക്കണേ എന്ന് പ്രത്യേകം റോസ്ലിനോട് പറഞ്ഞിട്ടാണ് പോകുവാനായി ഇറങ്ങുന്നത്. അതേസമയം ജെറിയും റിസർച്ച് സെന്ററിലേക്ക് പോവുകയുണ്ടായി. അച്ഛനും അമ്മയും പോയി കഴിഞ്ഞ ഉടനെ തന്നെ ജെറിയുടെ റൂമിന്റെ ഒരു സ്പെയർ കീ റോസ്ലിന്റെ കൈവശമുണ്ടായിരുന്നു. ആ ഒരു കീ വെച്ച് ജെറിയുടെ റൂം തുറക്കുകയാ. അതേസമയം പോകുന്ന വഴിയിൽ വെച്ച് ജെറിക്ക് എന്ത് തോന്നിയെന്നറിയില്ല, ഉടനെ തന്നെ ബൈക്ക് തിരിക്കുകയാ. എന്തിനാണ് അവൻ വരുന്നതെന്നോ എങ്ങോട്ടാണ് പോകുന്നതെന്നോ കാണിക്കുന്നതേയില്ല. എന്നാൽ റോസ്ലിനാണെങ്കിൽ ജെറിയുടെ റൂം ആകെ പരിശോധിക്കും. പക്ഷേ അവിടെ നിന്നും അവൾക്കൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പെട്ടെന്ന് തന്നെ അവളുടെ പിന്നിലായിട്ട് ഒരാൾ വന്ന് നിൽക്കുകയുണ്ടായി. എന്നാൽ അത് ജെറി ആയിരുന്നില്ല, ശോഭനയായിരുന്നു. ജെറി ഇല്ലാത്ത സമയത്ത് അവന്റെ റൂം പരിശോധിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ച് റോസ്ലിനെ വഴക്ക് പറയുവാനായിട്ട് ഒരുങ്ങുന്ന സമയം തന്നെയായിരുന്നു ദേ അമ്മ ഇത് നോക്കിയെന്ന് പറഞ്ഞിട്ട് ജെറിയുടെ ID കാർഡ് എടുത്ത് കാണിക്കുന്നത്. അതിൽ ജോമോൻ എന്നായിരുന്നു പേരുണ്ടായിരുന്നതും. അത് കാണുന്നതും ശോഭനയ്ക്ക് നല്ല സംശയമുണ്ടാകുന്നു. കാരണം മുൻപ് ശോഭനയും ഡേവിഡും ജെറിയും കൂടി പള്ളിയിൽ നിന്നിറങ്ങി വരുന്ന സമയം ജെറിയെ പരിചയമുണ്ടായിരുന്ന 2-3 പേർ എടാ ജോമോനെ, നീ എങ്ങനെയാടാ ഇവിടെ എത്തിയതെന്നൊക്കെ ചോദിക്കുന്നത് ശോഭന കേട്ടിരുന്നല്ലോ. ആ ഒരു കാര്യമൊക്കെ ശോഭന ചിന്തിക്കും. ശോഭനയ്ക്കും എന്തോ സംശയമൊക്കെ തോന്നും. ശോഭന ഉടനെ തന്നെ ജെറിയെ ഇങ്ങോട്ട് പറഞ്ഞുവിട്ട അവരുടെ ഒരു ബന്ധുവിനെ ഫോൺ വിളിക്കുകയാ. ജെറിക്ക് മറ്റെന്തെങ്കിലും പേരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ,
ജോമോൻ എന്നാണെന്നുള്ള കാര്യവും ആ സ്ത്രീ പറയുന്നു. അത് കേൾക്കുന്ന ശോഭനയ്ക്ക് അയ്യോ, വെറുതെ അവനെ തെറ്റിദ്ധരിച്ചല്ലോ എന്ന ചിന്ത വരും. എന്നാലും ചെറിയ സംശയമുണ്ടാകും. കാരണം ഇതിനു മുൻപൊന്നും ജെറിയെ ആരും കണ്ടിട്ടേയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ബർത്ത്ഡേ പാർട്ടിയിൽ ജെറി പങ്കെടുത്തിരുന്നു എന്നും ശോഭന ആ സ്ത്രീയോട് ചോദിക്കുന്നു. ഉണ്ടല്ലോ, പങ്കെടുത്തിട്ടുണ്ടല്ലോ. നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഓർമ്മയില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു പാർട്ടിയിൽ ജെറി പങ്കെടുത്തതിന്റെ ഫോട്ടോ അയച്ചു തരുമോ എന്നും ശോഭന പറയും. അങ്ങനെ അവർ ഫോട്ടോ അയച്ചു കൊടുക്കുകയാ. അതിലവർ ജെറിയെ സൂം ചെയ്ത് നോക്കും. കറക്റ്റ് ജെറി തന്നെയായിരുന്നു അത്. വെറുതെ അവനെ സംശയിച്ചുവെന്നും ശോഭന ചിന്തിക്കുന്നു. റോസ്ലിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ചെയ്തത്. വെറുതെ നമ്മൾ തെറ്റിദ്ധരിച്ചു. ജെറി അങ്ങനെ സംശയിക്കേണ്ട എന്നാണ് ശോഭന റോസ്ലിനോട് പറയുന്നത്. എന്നാൽ അതേസമയം ജെറി എത്തിയിരിക്കുന്നതോ ആ മേരി എന്ന സ്ത്രീയുടെ വീട്ടിലേക്ക്. അതായത് പള്ളിയിൽ നിന്ന് കരഞ്ഞുകൊണ്ടൊരു സ്ത്രീ ഇറങ്ങിപ്പോയില്ലേ, അവരുടെ വീട്ടിലേക്കാണ് ജെറി എത്തുന്നതും. ജെറി എന്തിനാണ് അവിടെ വന്നിരിക്കുന്നതെന്നോ അവർ തമ്മിൽ എന്താണ് ബന്ധമെന്നോ കാണിക്കുന്നതേയില്ല. എന്നാൽ അതേസമയം അവരുടെ വീട്ടിൽ ഇരിക്കുമ്പോഴായിരുന്നു ജെറിക്കൊരു കോൾ വരുന്നത്. വിളിച്ചതോ ജെറിയെ ഇവിടേക്ക് പറഞ്ഞുവിട്ട ആ ഒരു സ്ത്രീയും. അവർ പറയുന്നത്, നിന്നെക്കുറിച്ച് അന്വേഷിച്ച് ശോഭന വിളിച്ചിരുന്നു. നീ പറഞ്ഞ രീതിയിൽ തന്നെയൊക്കെയാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. അവരെ ഞാൻ പറഞ്ഞു വിശ്വസിപ്പിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ് ആ സ്ത്രീയും സംസാരിക്കുന്നത്. എന്നാൽ മറ്റൊരു വശത്ത് ശോഭനയ്ക്ക് നല്ല സംശയം. എത്രയൊക്കെ മകളെ പറഞ്ഞ് സമാധാനിപ്പിച്ചെങ്കിലും ശോഭനയുടെ മനസ്സിലും ചെറിയ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ജെറി വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് അവന് ആഹാരം കൊടുക്കാനെന്ന വ്യാജേന കുറച്ച് ഫുഡുമായി എത്തുന്നു. അവിടെ മാകി ജെറിയെ നോക്കുന്നു. പക്ഷേ ജെറിയെ അവിടെ കാണുന്നതേയില്ല. അതേസമയം ശോഭനയ്ക്കടുത്തായിട്ട് ജെറി വരികയാ. എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നിനക്ക് ഫുഡുമായിട്ട് വന്നതാ. വീട്ടിൽ സ്പെഷ്യലായിട്ട് ഫുഡ് ഉണ്ടാക്കിയെന്നും ശോഭന പറയും. നീ വർക്ക് ചെയ്യുന്ന സ്ഥലമൊക്കെ എനിക്കൊന്ന് കാണിച്ചു തന്ന് ശോഭന പറയുകയാണ്. അങ്ങനെ ജെറി അവിടെ മാകെ കാണിച്ചു കൊടുക്കും. പക്ഷെ അവിടെയൊന്നും ഒരു വർക്ക് നടക്കുന്നതായിട്ടുള്ള ഒരു സൂചനയും ഇല്ലായിരുന്നു. ശോഭനയ്ക്ക് വീണ്ടും സംശയമുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നിന്റെ കൊളീഗ്സിനെയൊക്കെ എനിക്കൊന്ന് പരിചയപ്പെടുത്തുതാന്നും ശോഭന പറയുന്നു. ഉടനെ തന്നെ ജെറി അവിടെ ഉണ്ടായിരുന്ന 2-3 പേർക്ക് കൈയെടുത്ത് കാണിക്കുകയാണ്. അതോടെ ശോഭന ചിന്തിക്കും, അയ്യോ, ജെറിയെ വെറുതെ തെറ്റിദ്ധരിച്ചു. അങ്ങനെയൊന്നും ചിന്തിക്കണ്ടായിരുന്നു എന്ന് അവള് ചിന്തിച്ച് അവിടെ നിന്ന് തിരികെ പോവുകയാണ്. അങ്ങനെയിരിക്കെ റോസ്ലിന്റെ 18ാമത്തെ വയസ്സിന്റെ ബർത്ത്ഡേ ആയി. അന്ന് ബർത്ത്ഡേ ആഘോഷിക്കുവാനായിട്ട് അച്ഛനും അമ്മയും തീരുമാനിക്കും. കേക്കൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചിരിക്കുക. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ജെറിയും കൂടി വിളിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, വേണ്ട, നമുക്ക് കട്ട് ചെയ്യാമെന്നാണ് റോസ്ലിൻ പറയുന്നതും. അതനുസരിച്ച് കേക്ക് കട്ടിംഗ് ഒക്കെ കഴിയുന്നു. മാത്രവുമല്ല, റോസ്ലിൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അവൾക്കൊരു മൊബൈലും അച്ഛൻ സമ്മാനമായി നൽകുക. കൂടാതെ അവൾ ആഗ്രഹിച്ച സ്കൂട്ടറും വാങ്ങി നൽകാമെന്നും അച്ഛൻ അവൾക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. അടുത്ത ദിവസം ജെറി റോസ്ലിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് നടന്ന കാര്യമൊക്കെ അറിയിക്കുക. ഉറങ്ങുകയല്ലേ എന്ന് കരുതിയാ വിളിക്കാത്തതെന്നും പ്രത്യേകം ഡേവിഡ് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ബാക്കി നടക്കാനിറങ്ങിയ ജെറി നേരെ എത്തുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു തൊഴിലാളിയിലെ. അന്ന് ജെറിയെ രൂക്ഷമായി നോക്കിയ അയാൾക്കടുത്തേക്കാണ്. രണ്ടുപേരും ഒരുമിച്ച് നിന്ന് സ്മോക്ക് ചെയ്യുന്നുമുണ്ട്. പ്ലാനൊക്കെ കൃത്യമായിട്ട് നടക്കത്തില്ലേ എന്ന് അയാൾ ചോദിക്കുമ്പോൾ, നടക്കും. എത്ര രക്തം തെറിച്ചാലും നമ്മളത് ചെയ്യുമെന്നാണ് ജെറി പറയുന്നത്. ഇവരെന്തോ കൃത്യമായി പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നാൽ അതേ സമയത്തായിരുന്നു പള്ളിയിൽ പോയിട്ട് അതുവഴി ശോഭനയും റോസ്ലിനും നടന്നു വരുന്നത്. ശോഭനയാണെങ്കിൽ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണും. ശോഭനയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നു. ഇവർ എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് ശോഭന പതിയെ അവിടേക്ക് നടന്നു വരും. എന്നാൽ ശോഭന നടന്നു വരുന്നത് അവർക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവരുടെ ടോപ്പിക്ക് ചേഞ്ച് ചെയ്യുന്നു. അല്ല, നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയമെന്ന് ശോഭന വന്ന് ചോദിക്കുമ്പോൾ, ഞാനിവിടെ സ്മോക്ക് ചെയ്യാനായിട്ട് നിന്നതാ. അപ്പോൾ ദേ ഈ ജോലിക്കാരനും വന്നിട്ട് എന്നോട് സിഗരറ്റ് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ വെറുതെ സംസാരിച്ചു കൊണ്ട് നിന്നതാണെന്ന് പറഞ്ഞ് വിഷയം മാറ്റി അവിടെ നിന്ന് ജെറിയും വേലക്കാരനും പോകുന്നു. പക്ഷേ ശോഭനയുടെ മനസ്സിൽ സംശയം കൂടി വരികയാ. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം കൂടി കാണിക്കുന്നുണ്ട്. അന്ന് അവരുടെ വീട്ടില് പശു ഇടയുന്നതായിട്ട് കാണിച്ചില്ലേ? സത്യത്തിൽ അത് ഈ വേലക്കാരൻ ചെയ്തതാണ്. ജെറിയുടെ പ്ലാൻ പ്രകാരം അവരെന്തൊക്കെയോ അവിടെ ചെയ്യാൻ പോവുകയാണല്ലോ. അതിനു വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ജെറി അന്വേഷിക്കുന്നതിനായിട്ടുള്ള അവസരം ഒരുക്കി കൊടുത്തതാണ് ആ ഒരു ജോലിക്കാരനും. അതാണ് അവിടെ കാണിക്കുന്നത്. എന്നാൽ മറ്റൊരു വശത്ത് ജെറി പോകേണ്ട സമയമായി. അവൻ 3 ആഴ്ച നിൽക്കാമെന്നല്ലേ പറഞ്ഞത്? 3 ആഴ്ച കംപ്ലീറ്റ് ആകുവാനായി പോവുക. അതിന്റെ സന്തോഷമായിരുന്നു റോസ്ലിന്. എത്രയും വേഗം ജെറി പോകുമല്ലോ എന്ന ആശ്വാസമായിരുന്നു അവൾക്ക്. അവൾ ആ ദിവസം കണക്ക് കൂട്ടിയിരുന്ന് ആ ഒരു ദിവസം എത്തിയതിന്റെ സന്തോഷമാണ് റോസ്ലിന്. എല്ലാ ദിവസവും റോസ്ലിൻ ജെറിയോട് സംസാരിക്കാറില്ല. എന്നാൽ ജെറി പോകുന്ന ദിവസം എത്തിയത് കൊണ്ട് തന്നെ ആദ്യമായിട്ട് റോസ്ലിൻ ജെറിയോട് സംസാരിക്കുക. ഇന്നലെ പോകുന്നെന്ന് ചോദിക്കുമ്പോൾ, അതെ, ഇന്ന് തന്നെയാ പോകുന്നത്. എന്റെ റിസർച്ച് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി ആകെ കുറച്ച് പേപ്പർ വർക്ക് മാത്രമേ ഉള്ളൂ. അത് എന്റെ വീട്ടിൽ പോയിരുന്നും എനിക്ക് ചെയ്യാം.
പക്ഷേ ഇവിടെ നിന്ന് ഞാൻ ചെയ്യട്ടെ എന്നാണ് ചിന്തിക്കുന്നത്. അതും ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. ആ ഒരു പേപ്പർ വർക്കും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കംപ്ലീറ്റ് ആകും. കുറച്ചുനാൾ കൂടി ഞാൻ ഇവിടെ നിന്ന് ആ ഒരു പേപ്പർ വർക്കും കൂടി കംപ്ലീറ്റ് ആക്കിക്കോട്ടെ എന്ന് ജെറി ശോഭനയോടും ഡേവിഡിനോടും ചോദിക്കുന്നു. അങ്ങനെ ഒരാൾ ദയനീയമായിട്ട് അവരോട് ചോദിക്കുമ്പോൾ മറുത്ത് വേണ്ട എന്ന് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അവനെ കുറച്ചുനാൾ കൂടി നിൽക്കുവാനായിട്ട് അവർ സമ്മതിക്കും. എന്നാൽ അത് റോസ്ലിനിൽ ഒരുപാട് ദേഷ്യമുണ്ടാക്കി. അവൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. ജെറി എന്ന് പോകുമെന്ന് കാത്തിരുന്ന റോസ്ലിന് അവർ അങ്ങനെ സമ്മതിച്ചതിൽ വലിയൊരു അടി കിട്ടിയതുപോലെയായി. അവൾക്ക് വല്ലാതെ ദേഷ്യം വരും. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം തന്റെ റിസർച്ച് കംപ്ലീറ്റ് ആയതിന്റെ സന്തോഷത്തിൽ വീട്ടുകാർക്കൊപ്പം ചേർന്ന് കുക്കിംഗ് ഒക്കെ ചെയ്ത് ആഘോഷിക്കുകയാണ് ജെറി. മാത്രമല്ല തന്റെ ഫാമിലിയുമായിട്ട് അവൻ ക്ലോസ് ആയിട്ട് ഇടപഴകുന്നതൊന്നും റോസ്ലിന് അത്ര ഇഷ്ടമാകുന്നതേയില്ല. മാത്രമല്ല ഈ ജെറിയാണെങ്കിൽ തന്റെ മുത്തശ്ശിയെ കൊണ്ട് വീഡിയോ കോൾ വിളിപ്പിച്ച് ശോഭനയെ കൊണ്ടും ഡേവിഡിനെ കൊണ്ടും സംസാരിപ്പിക്കുന്നു. എന്റെ കൊച്ചുമകനെ നന്നായിട്ട് നോക്കുന്നതിന് നന്ദി എന്നൊക്കെ മുത്തശ്ശി പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കാണുന്ന റോസ്ലിന് വല്ലാതെ ദേഷ്യം വരും. മാത്രവുമല്ല ഈ ശോഭനയുടെ മൂത്ത മകൻ മരിച്ചുപോയെന്ന് പറഞ്ഞില്ലേ അലക്സ്. അലക്സ് ഇടയ്ക്കിടയ്ക്ക് വയലിൻ വായിക്കുമായിരുന്നു. അവനൊരു മ്യൂസിക് പ്ലേ ചെയ്യും. ജെറി ആ വയലിൻ എടുത്ത് അലക്സ് വായിക്കുന്ന അതേ മ്യൂസിക് തന്നെ വായിക്കുന്നു. അത് കേൾക്കുന്ന ശോഭനയാണെങ്കിൽ വളരെ ഇമോഷണൽ ആവുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ മകനെ ഇപ്പോൾ ഓർമ്മ വന്നു. അതിനൊരുപാട് നന്ദിയെന്നും ജെറിയോട് അവർ പറയുകയാണ്. എന്നാൽ ഇതെല്ലാം കാണുന്ന റോസ്ലിന് വീണ്ടും ദേഷ്യം വരും. ഇവൻ അവസരമൊക്കെ മുതലെടുക്കുകയാണ്. മനഃപൂർവ്വമാണ് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇവൻ ഇവിടെ നിന്ന് പോകാനേ പ്ലാനില്ല എന്നൊക്കെ റോസ്ലിൻ ചിന്തിച്ച് ദേഷ്യപ്പെടുകയാ. അടുത്ത ദിവസം അച്ഛനും അമ്മയും ചർച്ചിലേക്ക് പോവുകയാ. അനുജനെ നന്നായിട്ട് നോക്കണമെന്ന് റോസ്ലിനോട് പറയുന്നുണ്ട്. മാത്രമല്ല ജെറിയോട് പുറത്തേക്കൊന്നും പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്റെ റിസർച്ച് വർക്കെല്ലാം കംപ്ലീറ്റ് ആയില്ലേ, ഇനി പേപ്പർ വർക്കേ ഉള്ളൂ, അത് ഞാൻ വീട്ടിലിരുന്ന് ചെയ്തോളാമെന്നും ജെറി പറയും. എന്നാൽ ജെറി പറയുന്നത് കേൾക്കുന്ന റോസ്ലിന് ആകെ പേടിയാകുന്നു. കാരണം ജെറി മാത്രമല്ലേ ഇനി അവിടെയുള്ളൂ. അവനെ ഓൾറെഡി അവൾക്ക് നല്ല പേടിയാണല്ലോ. അതിന്റെ ടെൻഷനായിരുന്നു റോസ്ലിന്. അച്ഛനും അമ്മയും പുറത്തേക്ക് പോയത് സത്യത്തിൽ ഫാദറിനെ കൂട്ടിക്കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ്. റോസ്ലിന് വല്ലാത്ത ടെൻഷനും പ്രശ്നവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ റോസ്ലിനോട് സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഫാദറിനെ കൂട്ടുവാനായിട്ട് അവർ പോയതും. ശോഭന റോസ്ലിനെ വിളിച്ചിട്ട് ഞങ്ങൾ ഫാദറിനെ കൂട്ടിക്കൊണ്ട് വരിക, നീ അവിടെ വീടൊക്കെ വൃത്തിയാക്കി നല്ല റെഡിയായിട്ടിരിക്കണമെന്നും പ്രത്യേകം ശോഭന പറയുന്നുണ്ട്. അത് കേൾക്കുന്ന റോസ്ലിന് ഒരു ഐഡിയ തോന്നുന്നു. പെട്ടെന്ന് തന്നെ റോസ്ലിനാണെങ്കിൽ വീട്ടിൽ പാമ്പ് കയറിയെന്ന് കള്ളം പറഞ്ഞ് ജെറിയെ അകത്തേക്ക് വിളിക്കുന്നു. ജെറി അവിടെ മാകി നോക്കിയിട്ട് പാമ്പിനെയൊന്നും കാണുന്നതേയില്ല. പാമ്പ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ എന്തായാലും നിങ്ങൾ അകത്ത് വന്നപ്പോൾ പാമ്പ് പുറത്തു പോയി കാണുമെന്ന് അവൾ കളിയാക്കുന്ന വിധം സംസാരിക്കും. ജെറിക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. റോസ്ലിൻ തനിക്കിട്ട് പണി തരികയാണെന്ന് ജെറിക്ക് മനസ്സിലായി. ജെറി ഉടനെ തന്നെ അവളെ അടിക്കുവാനായിട്ട് കയ്യോങ്ങുന്ന സമയം തന്നെയായിരുന്നു ശോഭനയും ഡേവിഡും പിന്നെ പള്ളിയിലച്ചനും അവിടേക്ക് വരുന്നത്. സത്യത്തിൽ അത് റോസ്ലിന്റെ പ്ലാൻ ആയിരുന്നു. എങ്ങനെയെങ്കിലും ജെറിയെ കൊണ്ട് തന്റെ മേൽ കൈവെപ്പിക്കണം. അതിനായിരുന്നു അവൾ പ്ലാൻ ചെയ്തിരുന്നതും. കൃത്യമായിട്ട് അത് നടന്നല്ലോ. അച്ഛനും അമ്മയും വന്നപ്പോൾ കാണുന്ന കാഴ്ച തന്റെ മകൾക്ക് നേരെ കയ്യോങ്ങിക്കൊണ്ട് നിൽക്കുന്ന ജെറിയായിരുന്നു. അത് കണ്ടതോടുകൂടി ഫാദറിനും വല്ലാതെ ദേഷ്യം വരും. ഫാദർ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ ജെറിയെ തന്നെ രൂക്ഷമായി നോക്കിയിട്ടാണ് അകത്തേക്ക് കയറി പോകുന്നത്. ഫാദർ റോസ്ലിനോട് എന്താണ് കാര്യമെന്ന് ചോദിക്കും. റോസ്ലിനാണെങ്കിൽ ജെറിയെക്കുറിച്ചുള്ള തന്റെ സംശയങ്ങളെല്ലാം ഫാദറിനോട് പറയുന്നു. അവൾ പറയുന്ന ഓരോ കാര്യത്തിലും ന്യായമുണ്ടെന്ന് ഫാദറിന് മനസ്സിലായി. ഫാദർ ഉടനെ തന്നെ ശോഭനയ്ക്കും ഡേവിഡിനും അടുത്തേക്ക് എത്തിയിട്ട് ജെറിയെക്കുറിച്ച് അവൾ ഓരോ കാര്യങ്ങളും പറയുന്നല്ലോ, പിന്നെ എന്തിനാ അയാളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്? മാത്രവുമല്ല നമ്മൾ വന്ന് കയറിയപ്പോൾ തന്നെ ജെറി റോസ്ലിനെ തല്ലുവാനായിട്ട് കയ്യോങ്ങി നിൽക്കുന്നതാ കണ്ടത്. നിങ്ങളുടെ മകളെ അടിക്കുവാനായിട്ടുള്ള അധികാരം അവൻ എങ്ങനെയാ ഉള്ളത്? അവൻ ഇനി ഇവിടെ നിർത്തരുതെന്നും ഫാദർ പറയുന്നു. ഫാദർ പറഞ്ഞതനുസരിച്ച് ഡേവിഡ് നേരെ ജെറിക്ക് അടുത്തേക്ക് ചെല്ലും. ഫാദറിന് നിങ്ങൾ ഇവിടെ നിൽക്കുന്നതിനോട് ഒട്ടും തന്നെ താല്പര്യമേ ഇല്ല. അതുകൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ നിന്ന് പോകണമെന്നും ഡേവിഡ് മനസ്സില്ലാ മനസ്സോടെ പറയുന്നു. അതനുസരിച്ച് ജെറിയാണെങ്കിൽ ഇനി അവിടെ നിൽക്കണ്ട എന്ന് തീരുമാനിച്ച് തന്റെ സാധനങ്ങളും പാക്ക് ചെയ്ത് അവിടെ നിന്ന് പോകുവാനായി ഇറങ്ങും. ഇതെല്ലാം റോസ്ലിൻ കാണുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത് എന്ന മട്ടിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് റോസ്ലിൻ. അവിടെ നിന്ന് സങ്കടത്തോടു കൂടിയാണ് ജെറി പോകുന്നതും. റോസ്ലിൻ ഒരുപാട് സന്തോഷമായി. സന്തോഷം മാത്രമല്ല, അവൾക്ക് സമാധാനം കിട്ടിയെന്ന് തന്നെ പറയാം. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ റോസ്ലിൻ ഒരുപാട് സമാധാനമായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അച്ഛൻ അവൾക്ക് സ്കൂട്ടിയും വാങ്ങി നൽകി. സ്കൂട്ടിയും വാങ്ങി തിരികെ വരുന്ന വഴിയില് അമ്മ റോസ്ലിനോട് ചോദിക്കുന്നുണ്ട്, നീ മനഃപൂർവ്വമല്ലേ ജെറിയെ ഓടിക്കുവാനായിട്ട് അങ്ങനെ ചെയ്തത്? സത്യത്തിൽ വീടിനുള്ളിൽ പാമ്പൊക്കെ കയറിയെന്ന് ചോദിക്കുമ്പോൾ റോസ്ലിൻ പുഞ്ചിരിക്കുകയാണ് ചെയ്തത്. അമ്മയ്ക്ക് മനസ്സിലായി അവൾ അവന് പണി കൊടുത്തതാണെന്നും. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം റോസ്ലിൻ സ്കൂട്ടി ഓടിക്കുവാനൊക്കെ പഠിക്കുക. കൂട്ടുകാരിയും പിന്നെ അവളുടെ അച്ഛനും ചേർന്ന് അവളെ സ്കൂട്ടി ഓടിക്കുവാനൊക്കെ പഠിപ്പിക്കുന്നു. അങ്ങോട്ടുള്ള അവളുടെ ജീവിതം സമാധാനവും സന്തോഷവും നിറഞ്ഞതായിരുന്നു. മാത്രവുമല്ല അവൾ ഈ ചിന്തകളും സ്വപ്നങ്ങളും പേടിയും ഒക്കെ കാരണം പള്ളിയിൽ അങ്ങനെ പോകാറുമില്ല. ദേ ഇപ്പോൾ അവൾക്ക്
സമാധാനമുള്ളത് കൊണ്ട് തന്നെ അവൾ പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല തെറാപ്പിസ്റ്റിനെ കാണുവാനൊക്കെ എത്തുന്നുണ്ട്. ഞാനിപ്പോൾ പഴയതുപോലെ സ്വപ്നമൊന്നും കാണുന്നില്ല എന്നൊക്കെ അവൾ സന്തോഷത്തോടു കൂടി തെറാപ്പിസ്റ്റിനോട് പറയുന്നു. അങ്ങനെ സമാധാനത്തോടു കൂടി അവളുടെ ജീവിതം മുന്നോട്ട് പോവുകയാ. 2 മാസങ്ങൾക്ക് ശേഷം ജെറി വീണ്ടും തിരികെ എത്തുകയാണ്. റോസ്ലിനെയും ഫാമിലിയും ഫോളോ ചെയ്ത് എത്തിയിരിക്കുന്നത് ചർച്ചിലേക്കും. അന്ന് അലക്സിന്റെ ഓർമ്മ ദിവസമായതുകൊണ്ട് തന്നെ റോസ്ലിനും കുടുംബവും എത്തിയിരിക്കുന്നത് അലക്സിന്റെ ശവക്കല്ലറയ്ക്ക് മുന്നിലാ. അലക്സിന്റെ ശവക്കല്ലറയിൽ പൂവിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം പോകുവാനായി ഇറങ്ങും. എന്നാൽ അവരെ ഫോളോ ചെയ്ത് ജെറിയും ഉണ്ടല്ലോ. ജെറിക്കൊപ്പം അവരുടെ വീട്ടിലെ ജോലിക്കാരനുമുണ്ട്. പോകുവാനായി ഇറങ്ങുന്ന സമയം ഡേവിഡ് ആണെങ്കിൽ റോസ്ലിനെയും ശോഭനയും വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് കാറും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. എവിടേക്കാണ് പോകുന്നതെന്ന് ശോഭന ചോദിച്ചിട്ടൊന്നും ഡേവിഡ് പറയുന്നതേയില്ല. എന്നാൽ ഡേവിഡിനെ ഫോളോ ചെയ്ത് ജെറിയും ജോലിക്കാരനുമുണ്ട്. ഡേവിഡ് എത്തിയിരിക്കുന്നത് ഒരു പഴയ ഫാക്ടറിയിലേക്കും. മാത്രമല്ല ഡേവിഡിന്റെ കൈവശമുള്ള ഒരു പ്ലാനൊക്കെ ഡേവിഡ് എടുത്ത് നോക്കുന്നു. അവിടേക്ക് ജെറിയും ജോലിക്കാരനും എത്തിക്കുക. അവിടെ എന്താണ് സംഭവിച്ചെന്ന് നമ്മളെ കാണിക്കുന്നില്ല. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് രാത്രിയാ കാണിക്കുന്നത്. ശോഭനയും റോസ്ലിനുമൊക്കെ ഇരിക്കുന്ന സമയം വീട്ടിലേക്ക് ഡേവിഡും കയറി വരുന്നു. എവിടെയാ പോയതെന്ന് ചോദിക്കുമ്പോൾ ഡേവിഡ് അതിന് മറുപടി കൊടുക്കുന്നതുമില്ല. മാത്രവുമല്ല ആഹാരം കഴിക്കുവാനായി ഇരിക്കുന്ന സമയത്തും ഡേവിഡിന്റെ മുഖത്ത് എന്തോ ദേഷ്യമുണ്ടായിരുന്നു. എന്താണെന്ന് ശോഭനയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അന്നേ ദിവസം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം റോസ്ലിനൊക്കെ ഉറങ്ങുവാനായി കിടന്നു. എന്നത്തെയും പോലെ സമാധാനത്തോടു കൂടിയാണ് അവൾ ഉറങ്ങുവാനായി കിടന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് ആരോ പ്രവേശിക്കുന്നത് പോലെ അവൾക്ക് തോന്നുന്നു. അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു മാസ്ക് ഒക്കെ ഇട്ട് കറുത്ത വേഷം ധരിച്ച ആളായിരുന്നു അത്. അവൾ ഉടനെ തന്നെ പേടിച്ച് താഴേക്ക് ഇറങ്ങി ചെല്ലുന്നു. തന്റെ അച്ഛന്റെയും അമ്മയുടെയും റൂമിലേക്കാണ് എത്തുന്നത്. മുകളിൽ ആരോ ഉണ്ട്, മാസ്ക് ധരിച്ച ആളാണ്, ഞാൻ കണ്ടുവെന്ന് റോസ്ലിൻ പറയുമ്പോൾ ആരാണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് ഡേവിഡ് മുകളിലേക്ക് കയറി ചെല്ലും. അവിടെ വെച്ച് ഡേവിഡും അയാളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സൗണ്ട് ഒക്കെ കേൾക്കുന്നുമുണ്ട്. എന്താണെന്നറിയാതെ ശോഭനയും റോസ്ലിനും നിൽക്കുക. എന്നാൽ അവിടേക്ക് ആ മുഖംമൂടി ധരിച്ച ആളെത്തുന്നു. അയാളാണെങ്കിൽ മുഖംമൂടി എടുത്ത് മാറ്റുക. ആളിനെ കണ്ട് രണ്ടുപേരും ഷോക്കായി പോകുന്നു. അത് മറ്റാരുമല്ല, ജെറിയായിരുന്നു. ജെറി ഉടനെ തന്നെ ശോഭനയെ അവിടെ നിന്ന് തള്ളി മാറ്റിയിട്ട് ഉടനെ തന്നെ റോസ്ലിനെ വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ശോഭനെ എത്ര തന്നെ റോസ്ലിനെ രക്ഷിക്കുവാനായിട്ട് പിറകെ പോകുമെങ്കിലും ജോലിക്കാരൻ അവിടേക്ക് വരുന്നു. ജോലിക്കാരനെ കണ്ടതും ശോഭന ഞെട്ടിപ്പോവുക. നീയും ഇവനോടൊപ്പം ഉണ്ടോ എന്ന് ചോദിച്ച് ശോഭനയാണെങ്കിൽ ജോലിക്കാരനെ അറ്റാക്ക് ചെയ്യുവാനായും ശ്രമിക്കും. എന്നാൽ ജോലിക്കാരനാണെങ്കിൽ ശോഭനയെ ഒരുപാട് ഉപദ്രവിക്കുന്നു. അതേസമയം ജെറി നേരെ റോസ്ലിനെ വലിച്ചിഴച്ച് വീടിന് മുറ്റത്തേക്ക് വരും. എന്നാൽ ആരോ വന്ന് ജെറിയുടെ തലക്കടിച്ച് വീഴ്ത്തുകയാ. അപ്പോൾ തന്നെ ജെറി ബോധം കെട്ട് തറയിലേക്കും വീഴുന്നു. ആ ആളിനെ നമുക്ക് കാണിക്കുക. അയാളുടെ പേര് പറയാത്തത് കൊണ്ട് തന്നെ നമുക്ക് അയാളെ ഗുരു എന്ന് വിളിക്കാം. ഗുരുവിനെ കണ്ടതും റോസ്ലിൻ ഞെട്ടിപ്പോകും. ആരാണ് ഇയാളെന്ന് റോസ്ലിൻ നോക്കിക്കൊണ്ട് നിൽക്കുകയാ. അതേ സമയമായിരുന്നു ഡേവിഡ് പുറത്തേക്ക് വന്നതും. ഡേവിഡിനെ കണ്ട റോസ്ലിൻ ഉടനെ തന്നെ ഓടിപ്പോയി അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയും. അച്ഛൻ അവളെ രക്ഷിക്കുമെന്ന് അവൾ കരുതിയത്. എന്നാൽ അവിടെയാണ് ഒരു ട്വിസ്റ്റ്. എന്തെന്നാൽ ഡേവിഡ് ആണെങ്കിൽ റോസ്ലിന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാ. മാത്രമല്ല അവർക്ക് മുന്നിലായിട്ട് ഗുരുവും നിൽക്കുന്നുണ്ട്. ഗുരു ആ നിൽക്കുന്ന നിൽപ്പ് കണ്ടിട്ട് ഡേവിഡിന്റെ ആളാണെന്ന് മനസ്സിലാക്കാം. റോസ്ലിനാണെങ്കിൽ വല്ലാതെ പേടിക്കുന്നു. അതേ സമയമായിരുന്നു ശോഭന അവിടേക്ക് ഇറങ്ങി വരുന്നതും. ശോഭന ഈ ഒരു കാഴ്ച കാണുകയാണ്. അവൾ ഞെട്ടി നിൽക്കുകയാ. അച്ഛൻ്റെ അടുത്ത് നിൽക്കുന്നത് സേഫ് അല്ല. അച്ഛനും ഇവരുടെ കൂട്ടത്തിലുള്ളതാണെന്ന് റോസ്ലിന് മനസ്സിലായി. ഇനി എന്തായാലും അമ്മയ്ക്കടുത്തേക്ക് പോകാമെന്ന് കരുതി, അമ്മ, ഇവർ രണ്ടുപേരും എന്നെ ഉപദ്രവിക്കുവാനായി ശ്രമിക്കുന്നു. അച്ഛൻ നമ്മൾ കരുതിയതുപോലെയല്ല എന്ന് പറഞ്ഞ് ശോഭനയ്ക്കടുത്തേക്ക് ഓടിയെത്തുകയാണ് റോസ്ലിൻ. അമ്മ തന്റെ 2 കൈകൾ കൊണ്ടും റോസ്ലിനെ താങ്ങുമെന്ന് റോസ്ലിൻ കരുതിയാണ് അമ്മയ്ക്കടുത്തേക്ക് ഓടി ചെല്ലുന്നത്. അവിടെയാണ് ഒരു ട്വിസ്റ്റ്. എന്തെന്നാൽ തന്റെ അമ്മ തന്നെ രക്ഷിക്കുമെന്ന് കരുതി റോസ്ലിൻ ശോഭനയ്ക്കടുത്തേക്ക് ചെല്ലുമ്പോൾ ശോഭന അവളെ അടിച്ചു വീഴ്ത്തുകയാണ് ചെയ്യുന്നത്. അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് റോസ്ലിൻ. അതേ സമയം തന്നെയായിരുന്നു ജെറി അവിടെ നിന്ന് എഴുന്നേൽക്കുകയും ഗുരുവിനെ ഷൂട്ട് ചെയ്യുകയും ചെയ്തു. മാത്രവുമല്ല ശോഭനയെയും ഡേവിഡിനെയും ഗൺ പോയിന്റിൽ നിർത്തുകയാണ്. അവിടെയാണ് കഥയിൽ മറ്റൊരു ട്വിസ്റ്റ്. യഥാർത്ഥത്തിൽ ജെറി ദുരൂഹത നിറഞ്ഞ മനുഷ്യനൊന്നുമല്ല. ജെറി ഒരു പോലീസ് ഇൻസ്പെക്ടറാണ്. ജെറി അവിടേക്ക് വന്നിരിക്കുന്നത് മറ്റൊരാവശ്യത്തിന് വേണ്ടിയിട്ടാണ്. എന്തെന്നാൽ ശോഭനയും ഡേവിഡിനെയും കുറിച്ചുള്ള കാര്യം അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജെറി എത്തിയിരിക്കുന്നത്. ജെറിക്ക് ദൗത്യം കൊടുത്തിരിക്കുന്നത് തന്റെ ഉയർന്ന ഉദ്യോഗസ്ഥനും. എന്തിനാണ് ജെറി ശോഭനയും ഡേവിഡിനെ കുറിച്ച് അന്വേഷിക്കുവാനായി എത്തിയിരിക്കുന്നതെന്നോ അതിന് പിന്നിലൊരു കഥയുണ്ട്. പണ്ട് ഈ ശോഭനയാണെങ്കിലോ ഒരു മുത്തശ്ശനെയും മുത്തശ്ശിയെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയായിരുന്നു. അതേ വീട്ടിലെ ഡ്രൈവറായിരുന്നു ഡേവിഡ്. രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്തു. എന്നാൽ അതേ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഈ മുത്തശ്ശിയുടെ കൊച്ചുമകളായിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി ഇവർക്ക് രണ്ടുപേർക്കും വിവാഹം നടത്തിവെച്ചു. അങ്ങനെ അവർക്ക് അലക്സ് എന്ന പയ്യൻ ജനിച്ചു. അതേ സമയത്തായിരുന്നു ആ പെൺകുട്ടിയും വിവാഹം കഴിച്ചത്. അവൾക്കൊരു പെൺകുഞ്ഞ് ജനിക്കുകയുണ്ടായി. ആ പെൺകുഞ്ഞിനവർ റോസ്ലിൻ എന്ന പേരും വെച്ചു. എന്നാൽ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ പെൺകുട്ടിയും അവളുടെ ഹസ്ബൻഡും കൂടി യാത്ര പോകുന്ന സമയത്ത് വണ്ടി ആക്സിഡന്റ് ആയി.
ആ പെൺകുട്ടിയുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി. ആ പെൺകുട്ടിയാണെങ്കിലോ കാലും കൈയുമൊക്കെ തളർന്ന അവസ്ഥയിൽ കിടക്കുകയാണ്. അങ്ങനെയുള്ള അവളുടെ കാര്യമൊക്കെ നോക്കിയത് ശോഭനയായിരുന്നു. മാത്രമല്ല റോസ്ലിനെ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് ശോഭന വളർത്തിയതും. അതെല്ലാം ശ്രദ്ധിച്ചു കൊണ്ടുവന്ന ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ തന്റെ സ്വത്തെല്ലാം ശോഭനയുടെ പേരിൽ എഴുതി വെക്കുകയുണ്ടായി. മാത്രമല്ല തന്റെ മരണശേഷമാണ് ആ സ്വത്തെല്ലാം ശോഭനയ്ക്ക് കിട്ടുക എന്ന രീതിയിലാണ് എഴുതി വെച്ചിരിക്കുന്നതും. അത് മനസ്സിലാക്കിയ ശോഭനയാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഒരു സ്വത്ത് തട്ടിയെടുക്കണമെന്ന് ഡേവിഡിനൊപ്പം പ്ലാൻ ചെയ്യുന്നു. പക്ഷേ ആ പെൺകുട്ടി ജീവനോടെ ഇരുന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വത്ത് കിട്ടില്ലല്ലോ. മരണപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമല്ലേ സ്വത്ത് കിട്ടൂ. അതുകൊണ്ട് തന്നെ ഡേവിഡും ശോഭനയും പിന്നെ അവരുടെ കൂട്ടാളിയായ ഫ്രാൻസിസും ചേർന്ന് ആ പെൺകുട്ടിയെ കൊന്നുകളഞ്ഞു. ആ പെൺകുട്ടിയെ കൊന്നതിന് ശേഷമാണ് ശോഭനയും ഗ്യാങ്ങും യഥാർത്ഥ സത്യം അറിഞ്ഞത്. എന്തെന്നാൽ സ്വത്തെല്ലാം എഴുതി വെച്ചിരുന്നത് റോസ്ലിന്റെ പേരിലാണ്. റോസ്ലിന് 18 വയസ്സ് പൂർത്തിയായാൽ മാത്രമേ ആ സ്വത്ത് ശോഭനയ്ക്കും ഡേവിഡിനുമൊക്കെ അനുഭവിക്കാൻ കഴിയൂ. ആ ഒരു രീതിയിലാണ് സ്വത്ത് എഴുതി വെച്ചിരിക്കുന്നതും. അത് കേട്ടതോടുകൂടി ശോഭനയ്ക്കും ഫ്രാൻസിസിനും ഡേവിഡിനുമൊക്കെ ആകെ ദേഷ്യമായി. അതുകൊണ്ട് തന്നെ 18 വയസ്സുവരെ റോസ്ലിനെ നന്നായിട്ട് വളർത്തണമെന്നും അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ റോസ്ലിനെയും അലക്സിനെയും നന്നായിട്ടാണ് വളർത്തിയത്. മാത്രമല്ല റോസ്ലിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന സ്വത്ത് തന്റെ മകന്റെ പേരിൽ എഴുതി വെക്കാമെന്നാണ് അവർ കരുതിയതും. അപ്പോൾ മകന് ഒരുപാട് സ്വത്ത് ഉണ്ടാകുമല്ലോ എന്നൊരു സ്വപ്നമായിരുന്നു ശോഭനയ്ക്കുണ്ടായിരുന്നതും. എന്നാൽ അങ്ങനെ ഇരിക്കെ ഒരു ദിവസമായിരുന്നു റോസ്ലിൻ പുഴയിലേക്ക് വീണതും. പുഴയിൽ വീണ റോസ്ലിനെ രക്ഷിക്കുവാനായിട്ട് അലക്സ് എടുത്തു ചാടുന്നതും. അതിൽ അലക്സ് മരണപ്പെട്ടു പോയി. റോസ്ലിൻ രക്ഷപ്പെട്ടു. അന്നു മുതൽ ഈ ശോഭനയ്ക്കും ഡേവിഡിനും റോസ്ലിനോട് നല്ല ദേഷ്യമാണ്. അവരുടെ ഒരേ ഒരു മകനായ അലക്സ് മരിക്കാൻ കാരണം റോസ്ലിനല്ലേ. ആ ഒരു ദേഷ്യം മനസ്സിൽ വെച്ചാണ് അവർ പിന്നീട് അങ്ങോട്ട് റോസ്ലിനോട് പെരുമാറിക്കൊണ്ടേയിരുന്നതും. നമ്മൾക്ക് രണ്ടുപേർക്കുമായിട്ട് ഒരു കുഞ്ഞു വേണ്ടേ എന്ന തീരുമാനത്തിലൂടെയാണ് അവർ രണ്ടാമത്തെ കുഞ്ഞായ അലന് ജന്മം നൽകിയതും. ഇതെല്ലാം സംഭവിക്കുന്നതിനിടയിലാണ് ഫ്രാൻസിസ് മേരിയെ പരിചയപ്പെടുന്നത്. മേരിയാണ് ആ കന്യാസ്ത്രീ. പള്ളിയിൽ നിന്നും കരഞ്ഞുകൊണ്ടിറങ്ങിപ്പോയ ആ സ്ത്രീയില്ലേ, അവരെ പരിചയപ്പെടുന്നത്. അങ്ങനെ അവരുമായിട്ട് പ്രണയത്തിലായി അവരെ വിവാഹം കഴിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം ഫ്രാൻസിസ് മേരിയോട് തുറന്നു പറയുകയുണ്ടായത്. മാത്രമല്ല 18 വയസ്സാകുമ്പോൾ റോസ്ലിന്റെ പേരിലുള്ള സ്വത്തെല്ലാം ശോഭനയുടെ പേരിലേക്ക് വരും. അതിൽ നിന്നും ഒരു ഭാഗം തനിക്ക് തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ താൻ ഒരു കുറ്റകൃത്യവും ചെയ്തെന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ കൊന്ന കാര്യമെല്ലാം മേരിയോട് ഏറ്റുപറയുകയുണ്ടായി. റോസ്ലിന് 18 വയസ്സാകാറായപ്പോഴാണ് അവർ വീണ്ടും ഫ്രാൻസിസിനെ കാണുകയുണ്ടായി. റോസ്ലിന്റെ 18ാമത്തെ വയസ്സിലെ ബർത്ത്ഡേക്ക് അവളുടെ പേരിലുള്ള സ്വത്തെല്ലാം തങ്ങളുടെ പേരിൽ വരുമല്ലോ. മാത്രമല്ല അവൾ ജീവനോടെ ഇരുന്നു കഴിഞ്ഞാൽ ആ സ്വത്തൊന്നും നമുക്ക് മാത്രം അനുഭവിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ റോസ്ലിനെ കൊല്ലണമെന്നും ഫ്രാൻസിസിനൊപ്പം ഇരുന്ന് അവർ പ്ലാൻ ചെയ്യും. പക്ഷേ ഫ്രാൻസിസിന് അതിന് കഴിയുമായിരുന്നില്ല. റോസ്ലിനെ കൊല്ലണോ, അവളുടെ പേരിലുള്ള സ്വത്തെല്ലാം എഴുതിയെടുത്തതിന് ശേഷം അവളെ ജീവിക്കാൻ അനുവദിച്ചാൽ പോരെ എന്ന് ഫ്രാൻസിസ് ചോദിക്കുമ്പോൾ, മേരിയെ കല്യാണം കഴിച്ചതിന് ശേഷം നീ എന്താ നല്ലവനായോ, അപ്പോൾ നീ മുൻപ് ചെയ്ത കൊലപാതകമൊക്കെ നീ മറന്നുപോയോ എന്നൊക്കെ പറഞ്ഞ് ശോഭനയും ഡേവിഡും അവനെ വിരട്ടുകയുണ്ടായി. എന്നാൽ അവരുടെ ആ ഒരു തീരുമാനത്തിന് കൂട്ടുനിൽക്കുവാനായിട്ട് ഫ്രാൻസിസ് തയ്യാറായില്ല. ഫ്രാൻസിസിനെ അവർ കൊന്നുകളയുകയാണ് ചെയ്തതും. മേരി ഫ്രാൻസിസിനെ കാണാതായത് മുതൽ ഫ്രാൻസിസിനെ കാണാനില്ല എന്ന് സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് കൊടുക്കുകയുണ്ടായി. അങ്ങനെ പോലീസ് അന്വേഷണത്തിലാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ചുരുളഴിയുന്നതും. മാത്രവുമല്ല റോസ്ലിന്റെ 18ാമത്തെ വയസ്സിലല്ലേ അവളെ കൊല്ലുവാനായിട്ട് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ അതെല്ലാം തടയണമെന്ന് തീരുമാനിച്ച് പോലീസ് ഉദ്യോഗസ്ഥരാണ് രഹസ്യ അന്വേഷണത്തിന് വേണ്ടിയിട്ട് ജെറിയെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. മാത്രമല്ല ജെറി അവരുടെ ഒരു ബന്ധുവായ സ്ത്രീയുടെ സ്വന്തക്കാരൻ തന്നെയാണ്. അവരാണ് അവൻ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത്. മാത്രമല്ല ജെറി ആ വീട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ജോലിക്കാരൻ എന്ന മട്ടിൽ മറ്റൊരു പോലീസുകാരനെയും അവിടെ രഹസ്യമായിട്ട് അവർ എത്തിച്ചിരുന്നു. ആ ഒരു പോലീസുകാരനാണ് ജെറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിരിക്കുന്നത്. റിസർച്ചിനെന്ന് ജെറി കള്ളം പറഞ്ഞെത്തിയതാണ്. മാത്രവുമല്ല ശോഭനയെ ഒരു റിസർച്ച് സെന്റർ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് കൊളീഗ്സിനെ പരിചയപ്പെടുത്തുവാനായിട്ട് പറഞ്ഞില്ലേ, അതെല്ലാം അവർ മുൻപേ സെറ്റ് ചെയ്തു വെച്ചിരുന്നതാ. അതുകൊണ്ടാണ് ശോഭനയ്ക്ക് വലുതായിട്ട് സംശയം തോന്നാതിരുന്നതും. മാത്രമല്ല എപ്പോഴും ജെറി അവരുടെ എസ്റ്റേറ്റ് ഒക്കെ ചുറ്റി നടന്ന് കാണാറില്ലേ, അത് യഥാർത്ഥത്തിൽ ഫ്രാൻസിസിന്റെ ഡെഡ് ബോഡി എവിടെയാണ് കുഴിച്ചു മൂടിയിരിക്കുന്നതെന്ന് അറിയുവാൻ വേണ്ടിയിട്ടാണ് ജെറി അവിടെ മാകെ ചുറ്റിക്കറങ്ങി നടന്നതും. ഒടുവിൽ ഫ്രാൻസിസിനെ കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലവും അവർ കണ്ടെത്തുകയാണ്. മാത്രമല്ല ഡേവിഡ് ഗുരു എന്നൊരാളിനെ കൊണ്ടുവന്നില്ലേ, യഥാർത്ഥത്തിൽ ഈ ഗുരു ഒരു വാടക കൊലയാളിയാണ്. റോസ്ലിന്റെ 18ാമത്തെ വയസ്സിലെ ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞതിന് ശേഷം വീട്ടിലൊരാൾ മോഷ്ടിക്കുവാനായി കയറുന്നു. അയാളാൽ റോസ്ലിൻ കൊല്ലപ്പെട്ടു എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ടാണ് ഗുരുവിനെ സെറ്റ് ചെയ്തതും. ഇതെല്ലാം അവരെ ഫോളോ ചെയ്ത് ജെറിയും മറ്റ് പോലീസുകാരനെ കണ്ടെത്തിയല്ലോ. ആ ഒരു പ്ലാൻ പൊളിക്കുന്നതിന് വേണ്ടിയിട്ടും റോസ്ലിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ജെറിയും പോലീസ് ഉദ്യോഗസ്ഥനും അവരുടെ പ്ലാൻ എല്ലാം തെറ്റിച്ചുകൊണ്ട് വീട്ടിലേക്ക് പ്രവേശിച്ചതും അവിടെ വലിയ ഫൈറ്റ് നടന്നതും. ദേ ഇപ്പോൾ ജെറി ശോഭനയും ഡേവിഡിനെയും ഗൺ പോയിന്റിൽ നിർത്തിയിരിക്കുകയാണല്ലോ. എല്ലാ സത്യങ്ങളും എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ബാക്കിയുള്ള പോലീസുകാരെത്തി ഡേവിഡിനെയും ശോഭനയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. റോസ്ലിന് ഇതൊന്നും വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. തന്റെ അച്ഛനും അമ്മയുമാണോ ഇത്രയും പ്രവൃത്തികളൊക്കെ ചെയ്തത്? അപ്പോൾ താൻ ഇത്രയും നാൾ കരുതിയിരുന്നത് മോശമായ ആൾ ജെറിയാണെന്നല്ലേ. ജെറിയാണല്ലോ
അപ്പോൾ തന്നെ രക്ഷിച്ചത് എന്നൊക്കെ അവൾ ചിന്തിക്കുന്നുണ്ട്. അതേ സമയം തന്നെയായിരുന്നു അലനെ പോലീസ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോകുന്നത്. ഇതെല്ലാം ജീപ്പിലിരുന്ന് ശോഭന കാണുന്നുണ്ട്. തന്റെ മകനെ തന്നിൽ നിന്നും നഷ്ടപ്പെടുവാനായിട്ട് കാരണം റോസ്ലിനാണ്. അതുകൊണ്ട് അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശോഭന. എന്നാൽ അത് കാണുന്ന ജെറി ശോഭന റോസ്ലിനെ നോക്കുന്നതിൽ നിന്നും മറയ്ക്കാൻ വേണ്ടിയിട്ട് റോസ്ലിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. റോസ്ലിന് മനസ്സിലായി ജെറി നല്ല മനുഷ്യനാണെന്നും തന്നെ രക്ഷിച്ചത് ജെറിയാണെന്നും. മാത്രമല്ല ഇപ്പോൾ നടന്നതെല്ലാം ഒരു സ്വപ്നമായിരുന്നൂടെ എന്നൊക്കെ റോസ്ലിൻ സങ്കടത്തോടു കൂടി ചിന്തിക്കുന്നു. അതോടുകൂടി ഈ ഒരു സീരീസിന്റെ കഥ അവിടെ അവസാനിക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.